ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. അതെ, ആദ്യത്തിനെ നാം പ്രണമിക്കണം. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹം, ആത്മപ്രഭാവം, വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി, ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ജ്യോതിഷത്തിൽ സൂര്യനാണ്. സൂര്യനാണ് ഗ്രഹങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്. സൂര്യൻ എത്രത്തോളം ഒരു ജാതകത്തിൽ ശക്തനാണോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാവം സമൂഹത്തിൽ, സമാജത്തിൽ നിലനിൽക്കും. ഇതാണ് സൂര്യൻ. താതസ്യ ആത്മപ്രഭാവ, തൻ്റെ പിതാവും ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരു വ്യക്തി എല്ലാം നേടും, തൻ്റെ പ്രഭാവം കൊണ്ട്, വ്യക്തിത്വം കൊണ്ട്. ഇതാ പ്രിയമുള്ള പ്രേക്ഷകരെ, സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഉത്തരായണം എന്നാണ് പറയുക. ദക്ഷിണായനം, ഉത്തരായണം. മകരം 1 മുതൽ മിഥുനം 31 അല്ലെങ്കിൽ 30 വരെയുള്ള 6 മാസക്കാലം സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിന് ഉത്തരായണം എന്ന് പറയുന്നു. മകരം 1 ശബരിമലയിൽ മകരജ്യോതി നാം ദർശിക്കുക. ഇതാ മകരത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു. 1201 ധനുമാസം 30-ാം തീയതി മുതൽ, അതായത് 2026 ജനുവരി 14-ാം തീയതി ഉച്ചയ്ക്ക് 3:15 മുതൽ സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിക്കുകയാണ്. മകരമാസം 1 പിറക്കുകയാണ്. സൂര്യൻ മകരമാസത്തിൽ വരുമ്പോഴാണ് മകരം 1-ാം തീയതി ആവുക. നിങ്ങളുടെ കലണ്ടറിൽ കാണുക വ്യാഴാഴ്ച മകരം 1-ാം തീയതി എന്നാണ്. യഥാർത്ഥത്തിൽ ബുധനാഴ്ച 3:15 മുതൽ ഉച്ചയ്ക്ക് IST സമയം സൂര്യൻ മകരത്തിൽ പ്രവേശിച്ചു. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു എപ്രകാരമാണ് ഈ സൂര്യൻ്റെ മകരമാസത്തിലേക്കുള്ള പ്രവേശനം ഒരു മാസക്കാലം ഒരു വ്യക്തിക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. സൂര്യനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ വയ്ക്കുമ്പോൾ തന്നെ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം കൃതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന ആ മന്ത്രം, വരാഹമിഹിര ആചാര്യൻ്റെ ആ തുടക്കത്തിലുള്ള മന്ത്രം 3 തവണ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ ആരംഭിക്കുക. അത്രത്തോളം പ്രാധാന്യം. പിന്നീട് മറ്റൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യൻ ശിവനാകുന്നു. അർക്ക ശംഭുഹു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത്. ആ ശിവൻ്റെ ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടും പിന്നീട് ഞങ്ങൾ ശ്ലോകം ചൊല്ലും. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാദങ്കാരാദി പീഠോപരി പരലസിതം സേവ്യമാനം സുരൗഘൈഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദതത ഋഷിഗണേ ജ്ഞാനമീശാനമീടെ. ഇതാകുന്നു ഞങ്ങൾ ജ്യോതിഷികളുടെ പ്രാർത്ഥന. എന്നിട്ടാണ് ഞങ്ങൾ നവഗ്രഹങ്ങളെയും ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീർണശ്രേയ, ഞങ്ങളുടെ വാക്ക് ശ്രേയസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കവടിക്രിയ ആരംഭിക്കുന്നത്. രാവിലെ ഉണർന്ന് ഉത്ഥായ ഉഷസി, കാലത്തുണർന്ന് ധർമ്മദൈവങ്ങളെയും തൻ്റെ ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്ന കവിടി ഒരിക്കലും നിഷ്ഫലമാകില്ല. അനുഭവങ്ങൾ ധാരാളമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇനി ആ സൂര്യൻ്റെ ഉത്തരായന കാലത്തിലേക്കുള്ള വരവും ഈ മകരമാസവുമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അവരുടെ കർമാധിപനാണ്. അവരുടെ തൊഴിലിനെ പറ്റി ചിന്തിക്കേണ്ടുന്ന രാശിയാണ്, കർമ്മമാണ്. ആ സൂര്യൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവം വിക്രമഭാവമാണ്, പരാക്രമഭാവമാണ്. 3-ാം ഭാവം ഉപജയഭാവമാണ്. 3-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. അതിനാൽ വൃശ്ചികൻ രാശിക്കാർ കർമ്മമേഖലയുടെ ഉയർച്ച വരും. അത് ഏപ്രിൽ ആകുമ്പോഴേക്കും സൂര്യൻ അത്യുച്ഛത്തിലേക്ക് വരും മേടൻ രാശിയിൽ. അതിനാൽ തൻ്റെ കർമ്മത്തിൻ്റെ പദ്ധതി എപ്രകാരം മാനേജ് ചെയ്യാമെന്നുള്ള ചിന്തകളൊക്കെ ഈ മകരമാസം ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ
അതിന് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് ഏപ്രിൽ ആകുമ്പോഴേക്ക് കർമ്മപഥത്തിലെത്തുവാനും മുന്നോട്ട് കുതിക്കുവാനും വളരെ അനുകൂലമാണെന്ന് അറിയുക. എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ചിന്തിക്കേണ്ടത് 10ാം ഭാവം കൊണ്ടാണ്. ആ കർമാധിപനായ ഗ്രഹമാണ് 3ാം ഭാവത്തിൽ നിൽക്കുന്നത്. മതിവിക്രമവാൻ, ബുദ്ധിയും വിക്രമവും താൻ പ്രകടിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും തനിക്ക് ഒരു കർമ്മമേഖലയിൽ ഇറങ്ങി ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിന് മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു കരുത്ത് വൃശ്ചികൻ രാശിക്കാർക്ക് വരുന്ന മാസമാണിതെന്ന് അറിയുക. 3ാം ഭാവത്തിൽ സഹോദരഭാവമാണ്. 3ാം ഭാവം സഹോദരഭാവമാണ്. പരാക്രമത്തിന് നല്ലതാണ്. പക്ഷേ 3ാം ഭാവത്തിൽ പാപഗ്രഹമായ ആദിത്യം നിൽക്കുമ്പോൾ സഹോദരങ്ങൾക്ക് നല്ലതല്ല. പിന്നീട് സൂര്യൻ എവിടത്തേക്ക് നോക്കുന്നുണ്ട്? 9ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. ആ 9ാം ഭാവത്തിലേക്ക് സൂര്യൻ നോക്കുമ്പോൾ അത് പിതാവിന് ദോഷമാണ്. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള വലിയ ഭാഗ്യമുണ്ടാകും. ഉപവാസം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തീർത്ഥാടനത്തെ ഇറങ്ങിപ്പോകാൻ ഒരു അനുകൂലമായ മാസമാണിത്. പിതാവിൻ്റെ കർമ്മം ചെയ്യുന്നതൊക്കെ വളരെ ഗുണമാണ്. അച്ഛൻ മരിച്ചവർക്കൊക്കെ പിതാവിൻ്റെ കർമ്മം അനുഷ്ഠിച്ച് തൻ്റെ ഭാഗ്യം, പുണ്യം ഇതൊക്കെ വർദ്ധിപ്പിക്കാം. പിതൃകർമ്മം ചെയ്താൽ അങ്ങനെയാണ്. പ്രീതാ പ്രേതാസ്ത്വമീബിർ വിദദതി സകലാഹ സമ്പദ സന്തതിശ്ച. പ്രേതങ്ങൾ സന്തുഷ്ടരായാൽ എല്ലാ സമ്പത്തും തനിക്കും തൻ്റെ പരമ്പരയ്ക്കും നൽകുമെന്നാണ്. അതിനാൽ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഈ മാസം തിരഞ്ഞെടുക്കാം. ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കാര്യത്തിലും നല്ല പ്രാക്ടിക്കലായൊരു അവസ്ഥയോടുകൂടി മുന്നോട്ട് നീങ്ങാം. ഇവിടെ ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം തൃതീയേ യഥാ അഹർമണി ജന്മകാലേ പ്രതാപാധികം വിക്രമിച്ച ആദനോതി. അഹർമണി, പകലിൻ്റെ മണിയായ സൂര്യൻ 3ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രതാപാധികം, തനിക്ക് പ്രതാപത്തിൻ്റെ പൂർണ്ണത വരും. പ്രതാപം, സൂര്യൻ ആത്മപ്രഭാവമാണ്, പ്രതാപമാണ്. അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റും. വിക്രമം, പരാക്രമവും താൻ പ്രകടിപ്പിക്കും. തഥാ സോദരേഹി തപ്യതേ, തൻ്റെ സഹോദരങ്ങളാൽ തനിക്ക് ദുഃഖമുണ്ടാകും. ഞാൻ പറഞ്ഞു. തീർത്ഥചാരി, തനിക്ക് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വളരെ ഗുണങ്ങൾ വരും. സദാ അരിക്ഷയം, ശത്രുവിനെ നശിപ്പിക്കും. സദാ അരിക്ഷയം സങ്കരെ, യുദ്ധത്തിലെപ്പോഴും അരിക്ക് ക്ഷയം. ശത്രു, അരി വെച്ചാൽ അരിയാണ്, ശത്രുവാണ്. ശത്രുക്ഷയം ഉണ്ടാക്കും, ശത്രുവിനെ നശിപ്പിക്കും. രാജാവ് തനിക്ക് ധനം തരും. തൻ്റെ പ്രതാപം കാരണം, ഊർജ്ജസ്വലത കാരണം, പദവിയിൽ ഉള്ള സമയത്ത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത്, അത് സംസ്ഥാന, കേന്ദ്ര അല്ലെങ്കിൽ വലിയ കമ്പനികളിലൊക്കെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആർജവം കൊണ്ട് ഇദ്ദേഹം പ്രമോഷൻ ലഭിക്കും. രാജഹസ്തേന കങ്കണം എന്നാണ്. രാജാവിൻ്റെ കൈകൾ കൊണ്ടാണ് പട്ടും വളിയും ലഭിക്കേണ്ടത് പഴയ കാലത്ത്. അത് അംഗീകാരമാണ്. അവിടെ കൊണ്ട് ധനമല്ല, പദവി ലഭിക്കുക എന്നതാണ്. അതിനൊക്കെ സൂര്യൻ വളരെ നല്ലതാണ്. തീർത്ഥാടനങ്ങൾ ധാരാളം ചെയ്യുക, ശിവക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മാസത്തിലൊക്കെ കാളഹസ്തി വലിയ ശിവക്ഷേത്രമാണ്. നാഗത്തിനാണ് പ്രാധാന്യം, പക്ഷേ കാളഹസ്തി ശിവക്ഷേത്രമാണ്. ശൈവമായ ആരാധനകൾ ചെയ്ത് വളരെ ഈ മാസത്തെ അനുകൂലമാക്കുക. നന്ദി, നമസ്തേ.